ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു ട്രെയിൻ യാത്രികന് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും അദ്ദേഹത്തെ ആ ട്രെയിനിൽ സഹയാത്രികനായിരുന്ന ഒരു യുവ ഡോക്ടർ ചികിത്സിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ആ ട്രെയിനിൽ ആ ചികിത്സ നടത്തിയ ഡോക്ടർ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. മലപ്പുറം വാഴക്കാട് സ്വദേശി ഡോക്ടർ മുഹമ്മദ് ഫായിസ്. എന്താണ് സംഭവിച്ചത്, എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കും. എന്താണ് സംഭവിച്ചത്, എന്നായിരുന്നു ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു. ഞാൻ ആക്ച്വലി ഹിമാചലിൽ പഠിക്കുന്ന MBBS പഠിച്ചപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പം ചണ്ഡീഗഡ് ടു കാലിക്കറ്റ് ഞാൻ കേരള സമ്പർക്രാന്തി 12218 ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി ഏകദേശം ഒരു 7 മണി അടുപ്പിച്ചിട്ട് ഒരു ആൾ നിലത്തിങ്ങനെ 2 ബോഗികൾക്ക് ഉണ്ടാവുന്ന സ്പേസിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. സോ നോർമലി എല്ലാ യാത്രികക്കാരും ആലോചിച്ചിരുന്ന് അവർ കള്ളു കുടിച്ചിട്ടുണ്ടാവും, അങ്ങനെ കുടിച്ച് അന്തല്ലാണ്ട് ബോധമില്ലാണ്ട് കിടക്കാമെന്നായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ തന്നെ ആ ഒരു പെയിൻ്റെ കാര്യങ്ങളും അയാളുടെ ആ ഒരു ബോഡി പോസ്ചറും ബാക്കി അയാൾ പറയുന്ന പല കാര്യങ്ങളും കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്തായാലും അത് കള്ളു കുടിച്ചിട്ടല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ കൂടുതൽ ആളെ അവിടുന്ന് എണീപ്പിച്ചു അയാളുടെ സീറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൂടുതൽ എക്സാമിൻ ചെയ്തിരുന്നത് ആൾക്ക് ആദ്യമേ ഗ്യാസിന് ട്രബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അയാൾ ഗ്യാസായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടെ കുടിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നുകൂടിയും അത് എക്സാജുറേറ്റ് ചെയ്തിട്ട് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആയതായിരുന്നു. അങ്ങനെ അയാൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് വൊമിറ്റ് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോകും. പക്ഷെ ആളുടെ പോസ്റ്റർ ഫേസിങ് ടുവേർഡ്സ് സ്കൈ ആയിരുന്നു. അപ്പം ആ ഒരു പൊസിഷനിൽ നമ്മളുടെ ആ ഒരു വൊമിറ്റസിൻ്റെ കണ്ടൻറ്റ് ആ ഒരു ടൈമിൽ വാട്ടറി കണ്ടൻ്റ് ആയിരുന്നു. കുറച്ചൊരു മ്യൂക്കസും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൊമിറ്റസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് പോയി. അപ്പം അത് കണ്ടപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ അതിന് മുമ്പ് തന്നെ മെഡിക്കൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ തേടിയിരുന്നു. ട്രെയിനിൽ തന്നെയുള്ള 129ലേക്ക് കോൾ ചെയ്തിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് ആക്ച്വലി അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് തരണമെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. രത്നഗിരിയിൽ നിന്ന് അടുത്ത സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. സോ അതുവരെ നമുക്ക് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കണം, പക്ഷേങ്കിൽ അത്ര എമർജൻസി സിറ്റുവേഷൻ അല്ല. സോ അതുവരെ അയാളെടുത്ത് നിൽക്കുക എന്നുള്ളൊരു ലെവലായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വൊമിറ്റസ് ആസ്പിറേറ്റ് ചെയ്തു, അഥവാ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോയി. പതിയെ അയാൾ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ബ്രഡികാർഡിയ ആവാൻ തുടങ്ങി, അഥവാ ഹാർട്ടിൻ്റെ സ്തംഭനം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി, പൾസ് ഫീബിൾ ആവാൻ തുടങ്ങി. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം എന്നുള്ളത് CPR കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പം എമർജൻസി മെഡിസിൻസ് ആയിട്ടുള്ള ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള അഡ്രിനാലിനും അട്രോപ്പിനൊക്കെ കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അഡ്രിനാലിനും അട്രോപ്പിനും കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് മെഡിക്കൽ ഹെൽപ്പിലേക്ക് വിളിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ആ ഒരു സമയത്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റേഷനായ മഡ്ഗോൺ എത്തണം എന്നായിരുന്നു. അങ്ങനെ വീണ്ടും നമുക്ക് ആകെയുള്ളൊരു കാര്യം എന്നുള്ളത് CPR കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അട്രോപ്പിനും അഡ്രിനാലിനും കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾ രക്ഷപ്പെടാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവത്തുള്ളൂ. സോ അവരോട് വിളിച്ച് അറ്റ്ലീസ്റ്റ് ഇഞ്ചക്റ്റബിൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഡോക്ടർ വന്നാൽ മാത്രമേ അത് തരാൻ പറ്റത്തുള്ളൂ, അതുവരെ ടാബ്ലറ്റും കാര്യങ്ങളെ തരാൻ പറ്റുമെന്നുള്ളത്. സോ എഗെയിൻ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇയാളുടെ കൂടെ യാത്രക്കാരുണ്ടായിരുന്നല്ലോ, കൂടെ വേറെ യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ നിങ്ങൾ മഡ്ഗോവനിൽ എത്തിച്ചതിന് ശേഷം ഇയാളെ ആംബുലൻസിൽ കയറ്റിയതിന് ശേഷമാണോ പിന്നീട് നിങ്ങൾ യാത്ര തുടർന്നത്? അതെ, അവർ പിന്നെ ആംബുലൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. എന്നിരുന്നാലും അവർക്ക് ഒന്നും കൂടി ആംബു കാര്യങ്ങളും വെന്റിലേഷനും കൂടി ചെയ്യണമായിരുന്നു. പക്ഷേങ്കിൽ അതിലെത്രത്തോളം അവർ വിജയിച്ചു എന്നുള്ളത് അറിയത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്തോളം നമ്മൾ ചെയ്തു. ബാക്കി ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത്രയും സഹായങ്ങൾ അറ്റ്ലീസ്റ്റ് ഓരോ സ്റ്റേഷനിലെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ ട്രെയിനിലെങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആംബു ബാഗും അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ. ഇയാൾ പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളതിൽ വ്യക്തതയില്ലല്ലോ, പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റി? പിന്നെ കുറേ കോൺടാക്ട് ചെയ്തു, റിങ് ചെയ്യുന്നുണ്ട്, നമ്പറും കാര്യങ്ങളും ഞാൻ ആളോട് കുറച്ചൊരു ഓക്കെ ആയപ്പം വിളിക്കാനെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേങ്കിൽ അവിടെ തന്നെ ആയിരുന്നു ഞാൻ ഇരുന്നത്, അതുകൊണ്ടായിരുന്നു സംഭവങ്ങൾക്ക് ഒപ്പരുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്ക് വിളിക്കാനുള്ള വേറെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, അയാൾക്കില്ല. എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല. ഹോപ്പ് സൂൺ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലത് മാത്രം സംഭവിക്കട്ടെ. ബീഹാറിൽ നിന്ന് എവിടേക്ക് വരികയെന്നാണ് പറഞ്ഞത്? ബീഹാറിൽ നിന്ന് കാലിക്കറ്റിലേക്ക് വരുന്നതായിരുന്നു. ഒരു അതിഥി തൊഴിലാളിയായിരുന്നു. ആള് കാർപ്പൻറ്ററോ മറ്റോ ആണെന്നാണ് പറഞ്ഞിരുന്നത്. ബാക്കി കൂടുതൽ ആ ഒരു സിറ്റുവേഷനിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇതാണ് ഈ ട്രെയിൻ യാത്രയ്ക്കിടെ ഇത്തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടായാൽ ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഒരു യുവ ഡോക്ടർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ച് അത്യാവശ്യം ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.